പിണറായി വിജയന്റെ പ്രതികരണത്തിലേക്ക്. ആദ്യ വോട്ടറായി വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. 136 നമ്പർ ബൂത്തിൽ ആദ്യ വോട്ടറായി വോട്ട് ചെയ്തു. എന്താണ് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഒരു പ്രതികരണം? കേരളം ഇന്ന് വളരെ താല്പര്യത്തോടെയാണ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത്. കാരണം ഐശ്വര്യപൂർണമായ നവകേരളം കെട്ടിപ്പടുക്കാൻ ഇവിടെ ഇന്ന് നിലവിലുള്ള സംവിധാനത്തിന് മാറ്റം വേണം എന്ന് ജനങ്ങളാകെ ആഗ്രഹിക്കുക. അപ്പോൾ നവകേരള സൃഷ്ടിക്കായി സാധാരണയിൽ കവിഞ്ഞ താൽപര്യത്തോടെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ പങ്കാളിയാകും എന്നതാണ് കാലത്ത് തന്നെ ഈ ബൂത്തുകളിലൊക്കെയുള്ള ക്യൂ കാണിക്കുന്നത്. ഇത് കേരളത്തിലാകെയുള്ള ദൃശ്യമായിരിക്കും. എങ്കിലും ഈ ഘട്ടത്തിൽ പൊതുവിൽ അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവരും നവ വോട്ടർമാരും പ്രായമുള്ളവരും വോട്ട് ചെയ്യുന്നതിന് സാധാരണഗതിയിൽ എത്തിച്ചേരാൻ പ്രയാസമുള്ളവരും എല്ലാം ഈ തെരഞ്ഞെടുപ്പ് അതീവ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണെന്ന് മനസ്സിലാക്കി പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യണം എന്നാണ് ഈ ഘട്ടത്തിൽ പൊതുവിൽ അഭ്യർത്ഥിക്കാനുള്ളത്. രാഷ്ട്രീയമായി പറയുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് എത്രമാത്രം കേരളത്തെ സംബന്ധിച്ച് വിധി നിർണായകമായിരിക്കും? കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് UDF വലിയ തോതിൽ നിഷ്കാസനം ചെയ്യപ്പെടും. അതിന് കാരണം ജനവിരുദ്ധ നടപടികൾ, അഴിമതി, അതോടൊപ്പം നാട്ടിൽ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് വൃത്തികേടുകൾ, ഇതിനെല്ലാം നേതൃത്വം കൊടുത്തവർ ഇനി അധികാരത്തിലുണ്ടായിക്കൂടാ എന്ന് ജനങ്ങൾ കരുതുന്നു. അതോടൊപ്പം കേരളത്തിൻ്റെ മതനിരപേക്ഷത വളരെ പ്രധാനമായാണ് കാണുന്നത്. ആ മതനിരപേക്ഷത സംരക്ഷിക്കേണ്ടതിന് പകരം മതനിരപേക്ഷതയ്ക്ക് പോർലേൽപ്പിക്കാനുള്ള നടപടികൾ UDF ഗവൺമെൻറ് സ്വീകരിച്ചു എന്നതും ജനങ്ങൾ ഗൗരവമായി തന്നെ കാണുകയാണ്. ഇവിടെ മതനിരപേക്ഷതയ്ക്ക് ആപത്ത് വരുത്താൻ വേണ്ടി നിലകൊള്ളുന്ന വർഗീയ ശക്തികൾക്ക് കനത്ത ഒറ്റപ്പെടലാണ് അനുഭവപ്പെടേണ്ടി വരിക. അതോടൊപ്പം UDF വലിയ തകർച്ചയിലേക്കും നീങ്ങും. സ്വന്തം പേരിൽ വോട്ട് ചെയ്യുമ്പോൾ എന്ത് തോന്നി? എത്ര കാലമായി എങ്ങനെ വോട്ട് ചെയ്തു? അല്ല, സ്ഥാനാർത്ഥിയായാൽ പിന്നെ സ്വന്തം പേരിലാണല്ലോ വോട്ട് ചെയ്യുക. ഈ സംസ്ഥാനത്ത് ആകെയുള്ള ഒരു വിധിയെഴുത്ത് എന്തിനൊക്കെ എതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായിരിക്കും? അതൊരു ഭരണവിരുദ്ധ വികാരം മാത്രമായിരിക്കും. ഇത് ആദ്യത്തെ ഇത്തവണത്തെ വിധിയെഴുത്ത് ഇനി ഇവിടെ ജിഷമാർ ഉണ്ടാകരുത് എന്ന ബോധത്തോടെ ഉള്ള വിധിയെഴുത്തായിരിക്കും. നമ്മുടെ നാടിൻ്റെ നൊമ്പരമായി മാറിയ ജിഷ ഈ തെരഞ്ഞെടുപ്പ് ദിവസം പോലും ജിഷയുടെ ഘാതകരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ജിഷമാരുണ്ടാകരുത്, ജിഷക്കുണ്ടായതുപോലുള്ള ദുരന്തങ്ങളുണ്ടാകരുത്, ഇതുപോലെ കെടുകാര്യസ്ഥതയോടെ നമ്മുടെ നാടിൻ്റെ നിയമക്രമ പാലനം ഇനി ഉണ്ടാകരുത് എന്നതിന് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം വരുന്നത്. അതോടൊപ്പം അഴിമതിക്കെതിരെയായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നാട്ടിൽ ഭരണത്തിലിരുന്നു കൊണ്ട് നടത്തിയിട്ടുള്ള ഒരുപാട് ദുശ്ചെയ്തികളും വൃത്തികേടുകളുമുണ്ട്. നമ്മുടെ സമൂഹത്തിന് അംഗീകരിക്കാത്ത, നമ്മുടെ സംസ്കാരത്തിന് നിരക്കാത്ത ഒരുപാട് നടപടികളുണ്ട്. അതിനെല്ലാം എതിരെയുള്ളതായിരിക്കും. അതിനോടെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ തകർച്ച തിരുത്തുന്നതിനായി, നവകേരള സൃഷ്ടിക്കായി, കേരളത്തിൻ്റെ സർവതല സ്പർശിയായ വികസനത്തിനായി ഉള്ളതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. തീർച്ചയായും വലിയ വിജയമായിരിക്കും LDF നേടാൻ പോകുന്നത്. ആ ഒരു താല്പര്യത്തോടെയാണ് ജനങ്ങളാകെ ഈ തെരഞ്ഞെടുപ്പിലേക്ക്, പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് കോമ്രേഡ് ഇന്ന്? ഞാനിന്ന് രാവിലെ എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും, എല്ലാ ബൂത്തിലും എത്താൻ കഴിയുമെന്നറിയില്ല, എന്നാലും കഴിയാവുന്നത്ര ബൂത്തുകളിൽ എത്താൻ ശ്രമിക്കും. ഓക്കെ, താങ്ക് യു.
അഷ്റഫ്, UDF പൂർണ്ണമായും നിഷ്കാസനം ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്നാണ് വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയതിനു ശേഷം ധർമ്മടത്തെ സ്ഥാനാർത്ഥിയും CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ പ്രതികരിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, വലിയ തോതിലുള്ള വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് LDF-ന് ഇത്തവണ നേടാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നു. നവകേരള സൃഷ്ടിക്കായി, ഒരു പുതിയ കേരളത്തിനായി വലിയ തോതിൽ കേരളത്തിലെ ജനങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി അണിനിരന്ന് LDF-നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കും എന്നൊരു പ്രതീക്ഷ പിണറായി വിജയൻ പങ്കുവയ്ക്കുന്നു. ഒപ്പം BJP ഈ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കില്ല എന്ന മുൻ നിലപാട് പിണറായി ആവർത്തിച്ചിരിക്കുന്നു. വർഗീയ ശക്തികൾക്ക് കേരളത്തിന്റെ മണ്ണിൽ ഇത്തവണയും സ്ഥാനമുണ്ടാവില്ല എന്ന് വളരെ കൃത്യമായും പിണറായി പറഞ്ഞിരിക്കുന്നു. മറ്റൊരു കാര്യം, വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ പ്രായമായവരടക്കമുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ വന്ന് വോട്ട് ചെയ്യണമെന്നും ആ വോട്ട് ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് പിണറായി തന്റെ പ്രതികരണം അവസാനിപ്പിച്ചത്. എന്തായാലും ഒരല്പം മുമ്പാണ് പിണറായി RC അമല സ്കൂളിലെ 136 നമ്പർ ബൂത്തിൽ ആദ്യ വോട്ടറായി ധർമ്മടത്തെ സ്ഥാനാർത്ഥി കൂടിയായ പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തിയത്. ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പമായിരുന്നു പിണറായി വോട്ട് രേഖപ്പെടുത്താനായി ഇവിടെ എത്തിയത്. തുടർന്ന് മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ബൂത്തുകളിൽ പിണറായി വിജയൻ സന്ദർശനം നടത്തും. എന്തായാലും പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും ഒരു VIP പരിവേഷമുള്ള ഒരു മണ്ഡലമാണ് ധർമ്മടം. പിണറായിയുടെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി തന്നെയാണ് മണ്ഡലം ധർമ്മടം ഇത്തരത്തിലൊരു VIP പരിവേഷം ഉണ്ടായിട്ടുള്ളത്.